നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. എം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASന്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒടുവിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് 1813 ചാർട്ടർ ആക്ട് ആണ്. 1813 ചാർട്ടർ ആക്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നെപ്പോളിയന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിലെ സ്വാധീനം എങ്ങനെയാണ്, അതേപോലെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാകാൻ ഒരു ചാർട്ടർ നിയമം കാരണമായിട്ടുണ്ടെങ്കിൽ ആ ചാർട്ടർ നിയമം ഏതാണ് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ നമ്മൾ 1813 ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടർന്ന് അങ്ങോട്ടുള്ള 2 ചാർട്ടർ നിയമങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1833, 1833 ചാർട്ടർ ആക്ട്. രണ്ടാമത്തേത് ചാർട്ടർ ആക്ട് ഓഫ് 1853, 1853 ചാർട്ടർ ആക്ട്. ഈ 2 നിയമങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ദ ഫസ്റ്റ് ചാർട്ടർ ആക്ട് ഫോർ ടുഡേ ഈസ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. 1833 ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും സവിശേഷമായ ഒരു ഫീച്ചറായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു യൂണിഫൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഏകീകൃത ഇന്ത്യ എന്ന ആശയം, യൂണിഫൈഡ് ഇന്ത്യ അഥവാ ഏകീകൃത ഇന്ത്യ എന്ന ആശയം ആദ്യമായി പ്രാവർത്തികമാകുന്നത് 1833 ചാർട്ടർ നിയമത്തിലൂടെയാണ്. എന്താണ് ഏകീകൃത ഇന്ത്യ എന്ന് പറഞ്ഞാൽ? അതായത് ബ്രിട്ടീഷ് അധീന ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് കീഴിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾ മുഴുവനും ഒരു ഭരണാധികാരിയുടെ അധികാരപരിധിയിലേക്ക് എത്തിക്കുക. ഇതാണ് ഏകീകൃത ഇന്ത്യ അല്ലെങ്കിൽ യൂണിഫൈഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഒരു ഭരണാധികാരി, ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ, സിംഗിൾ റൂളർ. ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ യൂണിഫൈഡ് ഇന്ത്യ. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ അണ്ടർ സിംഗിൾ റൂളർ. ഇതാണ് ഏകീകൃത ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാലാപാനി പോലുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ ഈ യൂണിഫൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഏകീകൃത ഇന്ത്യ എന്ന ആശയം ബ്രിട്ടീഷ് സംഭാവനയാണ് എന്ന പരാമർശമുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യ ഒരൊറ്റ ഭരണാധികാരിയുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനു മുൻപ് 1833 ചാർട്ടർ ആക്ടിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ 1813 ചാർട്ടർ ആക്ടിന്റെ ഒരു ഫീച്ചർ ഒന്ന് ജസ്റ്റ് നിങ്ങൾ റീകളക്ട് ചെയ്യണം. അതായത് 1813 ചാർട്ടർ ആക്ട് പ്രകാരം 1813 ചാർട്ടർ ആക്ട് പ്രകാരം കമ്പനിയുടെ കച്ചവട മേഖലയിലെ കുത്തകാവകാശം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട മേഖലയിലെ കുത്തകാവകാശം ഒരു പരിധിവരെയൊക്കെ കുറച്ചിരുന്നു. ആൻഡ് 2 മേഖലകളിൽ മാത്രമാണ് മൊണോപ്പൊളി, അതായത് കുത്തകാവകാശം നിലനിർത്തിയിരുന്നത്. അതായത് 2 മേഖലകളിൽ മറ്റൊരു കമ്പനികൾക്കും കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമായിരിക്കും കച്ചവടം ചെയ്യുക. അത് ഏതെല്ലാമായിരുന്നു 2 മേഖലകൾ? ഒന്ന് ടീ ട്രേഡ്, തേയില വ്യാപാരം. രണ്ടാമത്തേത് ട്രേഡ് വിത്ത് ചൈന. ഈ 2 മേഖലകളിൽ സ്റ്റിൽ, അതായത് 1813 തന്നെ ഈ 2 മേഖലകളിൽ കുത്തകാവകാശം നിലനിർത്തിയിരുന്നു. അതായത് ഇപ്പോൾ കമ്പനിക്ക് ഈ 2 മേഖലകളിൽ മൊണോപ്പൊളിയുണ്ട്, ഈ 2 മേഖലകളിലെ വ്യാപാരത്തിൽ മൊണോപ്പൊളിയുണ്ട്. പക്ഷേ 1833 ചാർട്ടർ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ 2 മേഖലകളിലെ കമ്പനിയുടെ കുത്തകാവകാശം കൂടി റദ്ദാക്കുകയാണ്. ദാറ്റ് ഇസ് ദ ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാസ് ടോട്ടലി കംപ്ലീറ്റ്ലി അബോളിഷ്ഡ്. അപ്പോൾ കമ്പനിയുടെ കുത്തകാവകാശം അവസാനിക്കുകയാണ് 1833 ചാർട്ടർ നിയമത്തിലൂടെ സംഭവിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവവികാസം. സോ ദാറ്റ് ഇസ് വൺ ഫീച്ചർ ഓഫ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1833. പക്ഷേ അതിനേക്കാളും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണാധികാരിയുടെ കൈകളിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ നിയമനിർമ്മാണ അധികാരങ്ങളും എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. വീണ്ടും ഇവിടെയും നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം
റെഗുലേറ്റിംഗ് ആക്ട് ഉൾപ്പെടെയുള്ള ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ, ഈ നിയമങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഉദ്ദേശം എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് അല്ലേ. കേന്ദ്രീകൃത ഭരണം, സെൻട്രലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം എത്തിക്കുന്നു, അയാളെ ബ്രിട്ടീഷ് പാർലമെന്റ് നിയന്ത്രിക്കുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിനെ അയാളെ നിയന്ത്രിച്ചാൽ മതി, അയാളിലൂടെ മറ്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കാം. ഇതിനെയാണ് സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണം എന്ന് പറയുക. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത സെൻട്രലൈസേഷന്റെ തുടക്കമാണ്, ഇനീഷ്യേഷൻ ആണ് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ സംഭവിക്കുന്നത് അല്ലേ. സെൻട്രലൈസേഷന്റെ തുടക്കം, അതായത് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുന്നു, അദ്ദേഹത്തെ മറ്റ് ഗവർണർമാരെക്കാൾ കുറച്ചുകൂടി അധികാരമുള്ള ഒരു ഓഫീസറാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അധികാരമുള്ള ഒരു പേഴ്സണൽ ആക്കി മാറ്റുന്നു. പക്ഷേ ഈ 1833 ചാർട്ടർ ആക്ടിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാർട്ടർ ആക്ടിലേക്ക് വരുമ്പോൾ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ നിയമനിർമ്മാണ അധികാരങ്ങളും ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് നൽകുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പ്രദേശത്തിന്റെ മുഴുവൻ നിയമനിർമ്മാണ അധികാരങ്ങളും ഒരു ഭരണാധികാരിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടായിരുന്നു. ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് നിയമനിർമ്മാണ അധികാരം ഉണ്ടായിരുന്നു അല്ലെ, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഗവർണർ ഓഫ് ബോംബെ ഉണ്ടായിരുന്നു, ഗവർണർ ഓഫ് മദ്രാസ് ഉണ്ടായിരുന്നു അല്ലെ, ഗവർണർ ഓഫ് മദ്രാസ് ഉണ്ടായിരുന്നു. ഈ ഗവർണർ ഓഫ് ബോംബെക്കും ഗവർണർ ഓഫ് മദ്രാസിനും അവരുടെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാമായിരുന്നു കേട്ടോ. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ടായിരുന്നു, നിയമനിർമ്മാണ അധികാരം ഉണ്ടായിരുന്നു, പ്രാദേശികമായി നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു. ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബോംബെ ഗവർണർക്കും മദ്രാസ് ഗവർണർക്കും ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു ഉദ്ദേശം എന്താണ്? കേന്ദ്രീകൃത ഭരണമാണെന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ആരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാനാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലേക്ക് അധികാരം പൂർണ്ണമായും കൈമാറ്റം നടത്താം. അപ്പൊ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഈ ബോംബെ ഗവർണറുടെ നിയമനിർമ്മാണ അധികാരം റദ്ദ് ചെയ്യുന്നു, മദ്രാസ് ഗവർണറുടെ നിയമനിർമ്മാണ അധികാരം റദ്ദ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള നിയമനിർമ്മാണ അധികാരം ആർക്കായിരിക്കും? അതായത് ബംഗാൾ ഗവർണർ ജനറലിനായിരിക്കും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലിനെ ഇനി ബംഗാൾ ഗവർണർ ജനറൽ എന്ന് വിശേഷിപ്പിച്ചാൽ മതിയോ? പോരാ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കണ്ടേ? കാരണം ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ അധികാരവും ആരുടെ കയ്യിലാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കയ്യിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനിൽ മാറ്റം വരുത്തണ്ടേ? നേരത്തെ ബംഗാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, പക്ഷെ മറ്റ് ഗവർണറെക്കാൾ കുറച്ച് സുപ്പീരിയർ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പൂർണ്ണമായും അധികാരം ആരുടെ കയ്യിലാണ്? ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഡെസിഗ്നേഷനിൽ മാറ്റം വരുത്തി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, the designation has got changed to the Governor General of India. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ, സിംഗിൾ റൂളർ, ഏകീകൃത ഇന്ത്യ. ആരുടെ കീഴിൽ? അണ്ടർ ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. സോ എഴുതിയിരിക്കുന്ന പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഡിപ്രൈവ്ഡ് ദ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ്. മദ്രാസ് ബോംബെ പ്രവിശ്യകളുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ റദ്ദ് ചെയ്യുന്നു. റദ്ദ് ചെയ്തത് ആർക്ക് നൽകുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് നൽകുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനിൽ മാറ്റം വരുത്തണം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. സോ ദർ വാസ് എ ചേഞ്ച് ഇൻ ഡെസിഗ്നേഷൻ, വിച്ച് മീൻസ് എൻറ്റയർ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ പൂർണ്ണമായ നിയമനിർമ്മാണ അധികാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് നൽകി. വിച്ച് മീൻസ് the Charter Act of 1833 has provided for the completion of centralization. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണം, കേന്ദ്രീകൃത ഭരണം എന്ന ആശയത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഒരു ഭരണാധികാരി വരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുഴുവനായും നിയമം നിർമ്മിക്കണം. അങ്ങനെ നിയമം നിർമ്മിക്കണമെങ്കിൽ നിയമവിഷയങ്ങളിൽ അവഗാഹമുള്ള ഒരാൾ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉണ്ടായിരിക്കണ്ടേ? വീണ്ടും നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ 4 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു അല്ലേ? 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് പിറ്റ്സിന്റെ ആക്ടിലൂടെ
പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ ഈ 4 എന്നുള്ളത് എത്രയായി കുറച്ചു? 4 എന്നുള്ളത് 3 കുറച്ചു അല്ലേ? എന്നിട്ട് കാസ്റ്റിംഗ് വോട്ട് കൊടുത്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും 4 പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും, സർ വീണ്ടും പ്രശ്നം ഉണ്ടാവില്ലേ, ഭൂരിപക്ഷം ലഭിക്കാത്തത് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് തോന്നാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട്, അതായത് 1833 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഈ 3 എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സിനെ വീണ്ടും 4 സ്വാഭാവികമാണ് നിങ്ങളുടെ സംശയം. പക്ഷെ ആ സംശയത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. കാരണം ഈ 4ാമതായി വരുന്ന മെമ്പർ ഒരു ലോ മെമ്പറാണ്, ഒരു നിയമ പണ്ഡിതനാണ്, ഒരു നിയമ അംഗമാണ്. ഇദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല, നോ വോട്ടിംഗ് റൈറ്റ്സ്. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഇല്ലെങ്കിൽ ഭൂരിപക്ഷ സംബന്ധമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ, വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല. ആൻഡ് ആദ്യത്തെ ലോ മെമ്പറായി വരുന്നത് ആരാണ്? പേര് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, ലോർഡ് മക്കാളെ ആണ് ആദ്യത്തെ ലോ മെമ്പറായി വരുന്നത്. ആൻഡ് 1833 ചാർട്ടർ ആക്ടിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അതുവരെ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസസ് അപ്പോയിന്റ്മെന്റ് നടത്തിയിരുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലേ. നമുക്കറിയാം കമ്പനിയുടെ ഒരു മാനേജ്മെന്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിന് പറയുന്ന പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ പ്രീണിപ്പിക്കുന്ന വ്യക്തികൾക്കാണ്, പേഴ്സണാലിറ്റീസിനാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസസിലേക്ക് എൻട്രി നൽകിയിരുന്നത്. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസസ് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ആക്കാനുള്ള അറ്റംപ്റ്റ് യഥാർത്ഥത്തിൽ 1833 ചാർട്ടർ ആക്ട് നടത്തുന്നുണ്ട്. സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് തത്വത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസസ് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ആക്കാനുള്ള പ്രൊവിഷൻ പരാമർശിച്ചുവെങ്കിൽ പോലും ദാറ്റ് വാസ് എൻ അറ്റംപ്റ്റ്. അതായത് ഇത് നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല, ഇതൊരു അറ്റംപ്റ്റ് മാത്രമായിരുന്നു, നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരുന്നില്ല, പക്ഷെ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് അടുത്ത നിയമത്തിലാണ്. ആൻഡ് ദാറ്റ് ഇസ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1853. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1833 കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് 1853 ചാർട്ടർ ആക്ടിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റവും ടോപ്പിലുണ്ട്. തൊട്ട് താഴെ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചിരുന്നു അല്ലേ. പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ഡബിൾ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബോർഡ് ഓഫ് കൺട്രോളിലെ അംഗങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ പറ്റി ബ്രിട്ടീഷ് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആരോട് ചോദിക്കാം? ഈ ബോർഡ് ഓഫ് കൺട്രോൾ മെമ്പേഴ്സിനോട് ചോദിക്കാം. അവരിൽ കുറച്ച് പേര് ബ്രിട്ടീഷ് ക്യാബിനറ്റ് അംഗങ്ങളാണ്, അതായത് ബ്രിട്ടീഷ് മിനിസ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിലാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ അധികാരി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉള്ളത്. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണല്ലേ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അതായത് ഇന്ത്യക്ക് മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മുഴുവൻ നിയമം നിർമ്മിക്കേണ്ടത് ആരാണ്? ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് ഒരുപാട് കൂടുകയാണ്. ആൻഡ് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് കൂടുകയാണ്. കൂടുതൽ പ്രദേശങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ബംഗാളിന് ഒരു ഗവർണറെ കൂടി അപ്പോയിന്റ് ചെയ്തു. 1853 ചാർട്ടർ ആക്ട് പ്രകാരം ഒരു സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ വാസ് അപ്പോയിന്റഡ്. ഓൾറെഡി മദ്രാസ് ഗവർണർ ഉണ്ട്, അതുപോലെ ബോംബെ ഗവർണർ ഉണ്ട്. ബംഗാൾ ഗവർണർ ജനറൽ ആണ് പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറുന്നത്. അതുകൊണ്ട് ബംഗാളിനൊരു ഗവർണർ ഇല്ലായിരുന്നു. പക്ഷെ 1853 ചാർട്ടർ ആക്ട് പ്രകാരം ഇദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് പരിഗണിച്ചുകൊണ്ട് ബംഗാളിനും ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. എ സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ പ്രസിഡൻസി വാസ് അപ്പോയിന്റഡ്. നൗ നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ടോപ്പ് അതോറിറ്റി. ബ്രിട്ടീഷ് പാർലമെന്റിന് കീഴിൽ ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്. ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്. അതിന് കീഴിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ഇതുകൂടാതെ ഒരു കമാൻഡർ ഇൻ ചീഫ് സർവ്വസൈന്യാധിപനുണ്ട്. സർവ്വസൈന്യാധിപൻ. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എത്ര അംഗങ്ങളുണ്ട്? 4 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. 4 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വരെയുള്ള ആൾക്കാർ ബ്രിട്ടനിലാണ്. ഇവർ ബ്രിട്ടനിലാണ് ഇരിക്കുന്നത്. ഇവർ ഇതിൻ്റെ സുപ്പീരിയർ അതോറിറ്റിയാണ്. ഇത്രയും പേര് മാത്രമാണ് ഇന്ത്യയിലുള്ളത്.
അതായത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 4 പേര്, കമാൻഡർ ഇൻ ചീഫ്, അതായത് 6 പേര്. ഈ 6 പേരാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതായത് നിയമനിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും അതുപോലെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും ഈ 6 പേര് ചേർന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 6 പേര് ആരാണ്? എക്സിക്യൂട്ടീവാണ്, അല്ലെ? കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ്, നിയമങ്ങൾ നടപ്പിലാക്കേണ്ടുന്നവരാണ്. പക്ഷെ ഇവർ തന്നെയാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. വീണ്ടും വർക്ക് ലോഡ് പരിഗണിച്ചുകൊണ്ട് ഈ നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഇവർ എക്സിക്യൂട്ടീവാണ്. ഇനി എന്താണ് നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടത്? ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫ്രെയിം ചെയ്യണം, അല്ലെ? ഒരു നിയമനിർമ്മാണ കൗൺസിൽ ഫ്രെയിം ചെയ്യണം. ഈ നിയമനിർമ്മാണ കൗൺസിലാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 6 അംഗങ്ങളിൽ 2 പേര് ബ്രിട്ടീഷുകാരായിരുന്നു, ബാക്കി 4 പേര് ഇന്ത്യക്കാരായിരുന്നു. ഈ 2 പേര് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞാൽ ഒരാള് കൽക്കട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും മറ്റൊരാള് കൽക്കട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. 2 പേര്. ബാക്കി 4 പേരുണ്ട്. ഈ 4 പേര് ഇന്ത്യക്കാരായിരുന്നു. ഈ 4 പേരെന്ന് പറഞ്ഞാൽ ബോംബെ, മദ്രാസ്, ആഗ്ര, ബംഗാൾ, ഈ 4 പ്രവിശ്യകളിലെ ഗവൺമെന്റുകൾ അപ്പോയിന്റ് ചെയ്യുന്ന 4 പേര്. അതായത് ഈ 4 പ്രവിശ്യകളിൽ നിന്നുള്ള 4 പേര്. അങ്ങനെ 6 പേരാണ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ടായിരുന്നത്. ഈ സംവിധാനമാണ് പിന്നീട് അങ്ങോട്ട് ഒരു മിനി പാർലമെന്റായി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് കേട്ടോ. മിനി പാർലമെന്റായി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. വിച്ച് മീൻസ് ഈ 6 പേര് അടങ്ങുന്ന എക്സിക്യൂട്ടീവ് പ്ലസ് ഈ 6 പേരടങ്ങുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ കമ്പൈൻഡ്, ഇറ്റ് വാസ് നോൺ ആസ് ദി മിനി പാർലമെന്റ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് ഈ 6 പേര് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. വളരെ പ്രധാനമായി മനസ്സിലാക്കുക. പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസും പൊളിറ്റിക്കൽ ഫംഗ്ഷൻസുമാണ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ പൊളിറ്റിക്കൽ ഫംഗ്ഷനിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ലെജിസ്ലേറ്റീവ് പവേഴ്സും മറ്റൊന്ന് എക്സിക്യൂട്ടീവ് പവേഴ്സുമാണ്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങളിൽ തന്നെ നിയമനിർമ്മാണ അധികാരമുണ്ട്, കാര്യനിർവഹണ അധികാരമുണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം കച്ചവട സംബന്ധമായ അധികാരവും രാഷ്ട്രീയ അധികാരവുമാണ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. കച്ചവട സംബന്ധമായ അധികാരങ്ങൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് നൽകി, രാഷ്ട്രീയ സംബന്ധമായ അധികാരങ്ങൾ ബോർഡ് ഓഫ് കൺട്രോളിന് നൽകി. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയപരമായ അധികാരങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയപരമായ അധികാരത്തിൽ തന്നെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവസാനമായി മനസ്സിലാക്കേണ്ടത് ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ്. ഇന്ത്യൻ സിവിൽ സർവീസസിലേക്ക് ഒരു തുറന്ന മത്സര പരീക്ഷ എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കപ്പെടുന്നത്, പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതും 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. പക്ഷേ ചാർട്ടർ വാസ് നോട്ട് റിന്യൂഡ് ഫോർ അനദർ 20 years. മറ്റൊരു 20 വർഷത്തേക്ക് ചാർട്ടർ റിന്യൂ ചെയ്യപ്പെടുന്നില്ല. നിയമത്തിൽ പരാമർശിച്ചിരുന്നത് ഇങ്ങനെയാണ്: ദാറ്റ് ദ കമ്പനി റൂൾ will continue indefinitely. Company rule will continue indefinitely. ഞാൻ എപ്പോഴും ചാർട്ടർ ഇൻഡെഫിനിറ്റ്ലി റിന്യൂ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, കമ്പനി ഭരണം ഇൻഡെഫിനിറ്റ് ആയി കണ്ടിന്യൂ ചെയ്യും എന്നതാണ് പരാമർശിച്ചിരുന്നത്. So this is what you need to understand regarding the Charter Act of 1853, which means we are ending the company rule part. കമ്പനി ഭരണം എന്ന ആശയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ 1857-58 കാലഘട്ടങ്ങളിലെ കലാപത്തിന് ശേഷമുള്ള ദ നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് ദ ക്രൗൺ റൂൾ, അതായത് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം നടത്തുന്ന കാര്യമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ കൃത്യമായി മനസ്സിലായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഇനീഷ്യേറ്റീവ് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ പ്രോത്സാഹനം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം ലൈക്സിൻ്റെയും കമൻസിൻ്റെയും രൂപത്തിൽ മെൻഷൻ ചെയ്യും. ഞങ്ങളുടെ ഇനീഷ്യേറ്റീവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ. ഗുഡ് ബൈ.